നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ മാധ്യമങ്ങളിലൂടെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള, അതായത് പുനർജനി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന് എതിരെ CBI അന്വേഷണം ശുപാർശ ചെയ്തിരിക്കുന്നു, വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ എന്നുള്ള വാർത്ത മാധ്യമങ്ങളിലൂടെയാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ പറവൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയ്ക്കും അവിടുത്തെ ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്കും ഈ വിഷയം നമ്മുടെ മാധ്യമങ്ങളിലും രാഷ്ട്രീയ അന്തരീക്ഷത്തിലും ഒക്കെ തന്നെ കുറേ കാലമായി ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 2018 പ്രളയത്തെ തുടർന്ന് അന്ന് MLA ആയിരുന്ന, പറവൂർ MLA ആയിരുന്ന ശ്രീ VD സതീശൻ ബ്രിട്ടനിലെ ബർമിംഗ്ഹാം എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് അവിടെയുള്ള ആളുകളോട് ഇങ്ങനെ കുറേ ഒരു ദുരന്തം ഉണ്ടായി, പ്രളയം ഉണ്ടായി. അപ്പോൾ അവിടെയുള്ള സ്ത്രീകൾക്ക്, മനുഷ്യർക്ക് ജീവിതം ചിട്ടപ്പെടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഇംഗ്ലീഷിൽ പറഞ്ഞത് തയ്യൽ മെഷീൻ വാങ്ങിക്കൊടുക്കണം, അങ്ങനെ നിങ്ങളൊക്കെ തരുന്ന സംഭാവന അവർക്ക് ഒരു ജീവിതം ചിട്ടപ്പെടുത്താൻ ഉപകരിക്കും എന്നുള്ള വാർത്തയാണ്, അല്ലെങ്കിൽ വീഡിയോയാണ് നമ്മൾ കണ്ടത്. പക്ഷേ അതിനു മുൻപ് പുനർജനി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ, മാധ്യമങ്ങൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, അദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്തത്. പിന്നീടാണ് തളിപ്പറമ്പ് MLA അദ്ദേഹം വീഡിയോ അടക്കം മാധ്യമങ്ങൾക്ക് നൽകുന്ന അവസ്ഥയുണ്ടായി. ആ വീഡിയോയിലാണ് നമ്മൾ കേൾക്കുന്നത് അദ്ദേഹം ആ മലയാളികളുടെ ആ ഗ്യാതറിങ്ങിൽ ഈ ഒരു റിക്വസ്റ്റ് നടത്തുന്നതും, തുടർന്ന് ഈ വിവരങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചല്ലോ, രാഷ്ട്രീയ പകപോക്കലാണോ എന്ന് സൂചിപ്പിച്ചല്ലോ. യഥാർത്ഥത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാം, ഈ വിഷയം നമ്മുടെ സമൂഹ മധ്യത്തിലേക്ക് രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എറണാകുളത്തെ KPCCയുടെ സെക്രട്ടറി ആയിരുന്ന, DCC സെക്രട്ടറി ആയിരുന്ന രാജേന്ദ്ര പ്രസാദ്, അദ്ദേഹത്തിൽ നിന്നാണ് ഈ വാർത്ത പുറത്തു വന്നിട്ടുള്ളത്. അദ്ദേഹമാണ് വിജിലൻസിന് കൃത്യമായ മൊഴി കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്, പുനർജനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം പിരിച്ചിട്ടുണ്ട്, ആ പണം ഇവിടുത്തെ മണപ്പാട്ട് അപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മണപ്പാട്ട് ഫൈനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫണ്ടിങ് ഏജൻസിയുമായി കണക്ട് ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. മാത്രവുമല്ല, ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫ്ലോറ ഹോട്ടൽ ശൃംഖലയുമായി ഇദ്ദേഹത്തിന് അവിഹിതമായ ബന്ധങ്ങളുണ്ട്, ബിനാമി ഇടപാടുകളുണ്ട് എന്നൊക്കെ. ഇത്തരം കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് മുൻ കോൺഗ്രസ് നേതാവിൽ നിന്ന് തന്നെയാണ്. അതിനെ തുടർന്നാണ് ചാലക്കുടി കേന്ദ്രീകരിച്ച് കാതിക്കൂടം എന്താ പറയുക, ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും അതിൽ ജെയ്സൺ എന്ന് പറയുന്ന വ്യക്തി ഈ വിജിലൻസിന് പരാതി കൊടുക്കുകയും ആ വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അന്വേഷണ റിപ്പോർട്ടിൽ ശുപാർശകളുണ്ടാവാം, ഗവൺമെൻറ്റിനോടുള്ള ഡയറക്ഷൻ ഉണ്ടാവാം, അവർ കണ്ടെത്തിയിട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ടാകാം. അതൊക്കെ പുറത്തു വരട്ടെ. അതുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ ഗവൺമെൻറ്, അതിന് ആഭ്യന്തര വകുപ്പിന് നേതൃത്വമുള്ള മുഖ്യമന്ത്രിയുടെ അടക്കം കയ്യിൽ ഈ രേഖയുണ്ടെന്നാണ് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ കൃത്യമായൊരു നിലപാട്, അതായത് 2-3 തരത്തിലാണ്. ഒന്ന്, അദ്ദേഹം അന്ന് MLA ആണ്. ഇപ്പോൾ കേരള ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ റൂൾ അനുസരിച്ച് ഇദ്ദേഹം നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാട് അത് ആ നിയമത്തിൻ്റെ, ആ റൂൾസിൻ്റെയും ചട്ടങ്ങൾക്കും വിധേയമായിട്ടാണോ എന്ന് പരിശോധിക്കണം. അതും എന്താ പറയുക, വിജിലൻസ് ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാൻ ഡയറക്ഷൻ നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇനി ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് 2010, ആ ആക്ട് അനുസരിച്ച് വകുപ്പ് 3(2)A വകുപ്പ് പ്രകാരം ഇദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനം നിയമപരമാണോ, രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിന് വിധേയമാണോ? സത്യത്തിൽ ഒരു ജനപ്രതിനിധിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അനുമതി കിട്ടിയിട്ടാണ് അദ്ദേഹം പോയത്. പക്ഷെ അത് എന്തിനുള്ള അനുമതിയാണ്? സന്ദർശിക്കാനുള്ള അനുമതിയാണ്. അവിടെ ചെന്നിട്ട് ഈ കേന്ദ്ര നിയമത്തിന് എതിരായി ഒരു വിദേശ വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ സംഘടനകളിൽ നിന്നോ ഈ രാജ്യത്തെ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ വ്യക്തികൾക്കോ പണം അനധികൃതമായി സ്വീകരിക്കാൻ കഴിയുമോ? 2 പ്രധാനപ്പെട്ട പ്രശ്നമാണ്.
ഒന്ന്, ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക്, MLA എന്നുള്ള നിലയ്ക്ക് കേരള നിയമസഭാ ചട്ടങ്ങൾക്കും വകുപ്പുകൾക്കും അനുസൃതമായിട്ടാണോ അല്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് മാധ്യമങ്ങളിലൂടെ. അതുപോലെ തന്നെ രാജ്യത്തെ നിയമം, 2010 നിയമം, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, ആ ആക്ടിന് വിരുദ്ധമായിട്ടാണ് ഇദ്ദേഹം ഇത് ചെയ്തതെന്ന്. നിങ്ങൾക്കറിയാമല്ലോ, പ്രളയവുമായി ബന്ധപ്പെട്ട് UAE ഗവൺമെൻറ് പോലും നമുക്ക് സഹായം തരാം എന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല, അത് നിഷേധിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ആ ചട്ടങ്ങൾ വെച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞത്. ആ സന്ദർഭത്തിലാണ് ഒരു ജനപ്രതിനിധി, അന്ന് വെറും MLA ആണ്, ആ MLA ഈ രീതിയിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഇപ്പോൾ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചെയ്തു എന്ന്, സാമ്പത്തിക കുറ്റകൃത്യം അല്ലെങ്കിൽ ചെയ്തു എന്ന് പ്രതിസ്ഥാനത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി എവിടെ ഇരിക്കുന്നു? സംസ്ഥാന നിയമസഭയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കൃത്യമായ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതിന് എന്താ അന്വേഷണമാണോ വേണ്ടത് അത് ചെയ്യണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ്. വിജിലൻസ് മുൻപ് കൊടുത്ത റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ VDSS അക്കൗണ്ടിൽ പണം എത്തിയിട്ടില്ല എന്നായിരുന്നു വിജിലൻസിന്റെ റിപ്പോർട്ട് മുൻപ് വന്നിരുന്നത് സെപ്റ്റംബറിൽ. അദ്ദേഹം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തള്ളിക്കളഞ്ഞതാണെന്നാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു രേഖ അദ്ദേഹത്തിന് കയ്യിലുണ്ടെങ്കിൽ അദ്ദേഹം വയ്ക്കട്ടെ. വിജിലൻസിൻ്റെ ഏതെങ്കിലും ഒരു എവിഡൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എൻക്വയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖ ഉണ്ടെങ്കിൽ അദ്ദേഹം വയ്ക്കട്ടെ. നമ്മളിപ്പോൾ പറഞ്ഞത് എന്താ? ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, സമൂഹത്തിൻ്റെ മുന്നിലുള്ള ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുക്കപ്പെട്ട, അതിലുപരി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെ അദ്ദേഹം ചെയ്ത ഒരു കാര്യം. അത് മാത്രമല്ലല്ലോ, ഇനി അദ്ദേഹം ഈ പുനർജനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശേഖരിച്ചിട്ടുള്ള ഫണ്ട്, ആ ഫണ്ട് അദ്ദേഹം എവിടെയാണ് കൊടുത്തിട്ടുള്ളത്? ആർക്കൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തിന് പുറത്തേക്ക് വിടാമല്ലോ. ഇന്ന ആളുകൾക്കൊക്കെ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് പറയാമല്ലോ. അന്ന് മുതൽ 2018 ഈ സംഭവം പുറത്തു വരുന്നതിന് ശേഷം ഇത്രയും കാലമായിട്ടും അങ്ങനെയുള്ളൊരു രേഖ, അദ്ദേഹം എപ്പോഴും രേഖയെക്കുറിച്ച് പറയുന്ന ആളാണല്ലോ, അങ്ങനെ ഒരു രേഖ നമ്മളാരും കണ്ടിട്ടില്ല, നിങ്ങളുടെ മുന്നിലും തന്നിട്ടില്ല. അപ്പോൾ വിശദമായ അന്വേഷണവും കാര്യങ്ങളും ബന്ധപ്പെട്ട എന്താണോ ഇനി സംസ്ഥാന ഗവൺമെൻറ് നിയമപരമായി അത് പഠിച്ചിട്ട് ചെയ്യാൻ പോകുന്നത്, അത് നടക്കണം എന്ന് തന്നെയാണ് പറവൂർ നിവാസി എന്നുള്ള നിലയ്ക്ക്, പറവൂർ പരിസരത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് ഞങ്ങളൊക്കെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കാലങ്ങളായി ഇതൊരു നിഗൂഢമായ ഒരു പ്രശ്നമായി നിലനിൽക്കുമ്പോൾ വെളിച്ചത്ത് വരണം എന്ന് തന്നെയാണ്